ഇറാനുമായുള്ള നിർണായക ചർച്ചകൾക്കിടയിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഇസ്രായേൽ രഹസ്യമായി നിരീക്ഷിക്കുന്നുവെന്ന വാർത്ത അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. തന്ത്രപ്രധാനമായ പങ്കാളിയായിട്ടും ഇസ്രായേലിന്റെ ഈ നീക്കം അമേരിക്കൻ പ്രതിരോധ വകുപ്പിനെ കടുത്ത ആശങ്കയിലാക്കിയിരിക്കുന്നു. പെന്റഗണിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിനെതിരെയുള്ള കൗണ്ടർ ഇന്റലിജൻസ് ഭീഷണി നിലവാരത്തെ ഉയർത്തുന്നത് എന്നതിൽ നിന്ന് നിർണായക നിലയിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ഇറാനുമായുള്ള നിർണായക ചർച്ചകൾ മുന്നോട്ടു പോകുന്നതിനിടെ അമേരിക്കയുടെ നയതന്ത്ര തന്ത്രങ്ങളും നിലപാടുകളും മുൻകൂട്ടി ചോർത്തിയെടുക്കാനും മനസ്സിലാക്കാനുമായി ഇസ്രായേൽ ചാര സംഘടനകൾ വ്യാപകമായ നിരീക്ഷണം നടത്തിയെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് US രഹസ്യാന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ രഹസ്യ നീക്കത്തിന്റെ ഭാഗമായി ട്രംപ് ഭരണകൂടത്തിന്റെ അതീവ തന്ത്രപ്രധാനമായ പദവികൾ വഹിക്കുന്ന ഉദ്യോഗസ്ഥരെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചത്. ഇറാനുമായുള്ള സമാധാന ചർച്ചകളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുഖ്യ പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന സ്റ്റീവ് വിറ്റ്കോഫ്, പെന്റഗണിലെ ഉന്നത നയരൂപീകരണ വിദഗ്ധനായ എൽബ്രിഡ്ജ് എ കോൾബി, ഡെപ്യൂട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി ഓഫ് വാർ മൈക്കൽ പി ഡിമിനോ എന്നിവരടക്കമുള്ള ഉന്നതതല ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളാണ് ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസികൾ നിരന്തരമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. കേവലം നിരീക്ഷണം മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക ഫോണുകളിൽ ആശയവിനിമയം പൂർണ്ണമായി ചോർത്താൻ ശേഷിയുള്ള അത്യാധുനിക സോഫ്റ്റ്വെയറുകൾ ഇസ്രായേൽ രഹസ്യമായി ഇൻസ്റ്റാൾ ചെയ്തതായി കണ്ടെത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതും സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതുമായ ഒരു സുരക്ഷാ പ്രതിസന്ധിയാണ്. അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന സൈനികവും രഹസ്യാന്വേഷണപരവുമായ പങ്കാളിത്തം ചരിത്രപരമായി വളരെ ആഴത്തിലുള്ളതാണ്. പരസ്പരം വിവരങ്ങൾ കൈമാറുന്നതിനൊപ്പം തന്നെ രഹസ്യമായി ചാരപ്പണി നടത്തുന്നതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ഒരു പരിധിവരെ സഹകരിച്ചു പോരുന്ന അലിഖിത കീഴ്വഴക്കമായി നേരത്തെ കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇത്തവണ ഇസ്രായേൽ അതിരുകൾ ലംഘിച്ചു എന്ന ആരോപണം US ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഇറാനോടുള്ള സമീപനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അതായത്, ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ച് ചർച്ചകളിലൂടെ സമാധാനം സ്ഥാപിക്കണമെന്ന നയം അമേരിക്ക പിന്തുടരുമ്പോൾ ഇറാന്റെ ആണവ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കണമെന്ന കർശനവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ നിലപാടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്വീകരിക്കുന്നത്. ഈ തന്ത്രപരമായ വൈരുദ്ധ്യം അമേരിക്കയുടെ നയതന്ത്ര നീക്കങ്ങളെക്കുറിച്ചുള്ള ആശങ്ക ഇസ്രായേലിൽ വർദ്ധിപ്പിക്കുകയും അമേരിക്കൻ നിലപാടുകൾ മുൻകൂട്ടി മനസ്സിലാക്കാനും അവയെ സ്വാധീനിക്കാനും വേണ്ടി ഇസ്രായേൽ ഭരണകൂടം ഇത്തവണ അസാധാരണമായ വിധത്തിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കാൻ മുതിർന്നുവെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു. ഈ റിപ്പോർട്ടുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് വൈറ്റ് ഹൗസ് വക്താവ് രംഗത്തെത്തി. യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത തെറ്റായ വിവരങ്ങളാണ് ഈ വാർത്തകൾക്ക് പിന്നിലെന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കി. സഖ്യകക്ഷികളെ നിരീക്ഷിക്കാറില്ലെന്നും ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ ശത്രുക്കൾക്ക് നേരെ മാത്രമാണെന്നും വാഷിംഗ്ടണിലെ ഇസ്രായേൽ എംബസിയും തറപ്പിച്ചു പറഞ്ഞു. ഈ സംഭവവികാസങ്ങൾ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ദശാബ്ദങ്ങൾ നീണ്ടുനിന്ന നയതന്ത്ര സൈനിക ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീഴ്ത്താൻ സാധ്യതയുള്ള ഗൗരവകരമായ സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കുന്നതിൽ പെന്റഗൺ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേക്കും. ഇത് ഭാവിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക ഏകോപനത്തെ കാര്യമായി ബാധിക്കുകയും സുരക്ഷാ സഹകരണത്തിന്റെ വേഗത കുറയ്ക്കുകയും ചെയ്യും. കൂടാതെ ഈ ചാരവൃത്തിയുടെ വാർത്തകൾ ട്രംപ് ഭരണകൂടവും നെതന്യാഹു സർക്കാരും തമ്മിലുള്ള നയതന്ത്ര വിശ്വാസത്തെ പാടെ തകർക്കാനും ഇരു നേതൃത്വങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ വഷളാക്കുന്നതിലേക്ക് നയിച്ചേക്കാം. ഇറാനുമായുള്ള യുദ്ധം ഒഴിവാക്കി സമാധാനപരമായ നയതന്ത്ര പരിഹാരങ്ങൾ തേടാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെങ്കിൽ ഇസ്രായേലിന്റെ ഈ നീക്കം അമേരിക്കയുടെ ഇറാൻ നയത്തെയും ലക്ഷ്യങ്ങളെയും ഏതെങ്കിലും വിധത്തിൽ അട്ടിമറിക്കുമെന്നത് വരും ആഴ്ചകളിലെ നിർണായകമായ ചോദ്യമായിരിക്കും. സഖ്യകക്ഷികൾക്കിടയിൽ പോലും രഹസ്യാന്വേഷണ സുരക്ഷ എത്രത്തോളം അനിവാര്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഈ സംഭവ വികാസം ഇസ്രായേലിന്റെ ഈ അനിയന്ത്രിതമായ ചാരവൃത്തി അമേരിക്കൻ തീരുമാനങ്ങളിൽ എന്ത് ദൂരവ്യാപകമായ മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നതെന്നും സഖ്യകക്ഷി എന്ന നിലയിലുള്ള ഇസ്രായേലിന്റെ വിശ്വാസ്യതയിൽ എന്ത് ചോദ്യചിഹ്നമാണ് ഉന്നയിക്കുന്നതെന്നും വരും കാലങ്ങളിൽ ലോകം ഉറ്റുനോക്കുകയാണ്. ഇറാനുമായുള്ള സമാധാന ചർച്ചകൾക്കിടെ തന്ത്രപ്രധാനമായ അമേരിക്കൻ നയങ്ങളും നടപടികളും ചോർത്തിയെടുക്കാൻ ഇസ്രായേൽ ചാര സംഘടനകൾ US ഉദ്യോഗസ്ഥരെ രഹസ്യമായി നിരീക്ഷിച്ചു എന്ന വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിവാദമായിരിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധികളടക്കം ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോണുകളിലും ആശയവിനിമയം ചോർത്താനുള്ള സോഫ്റ്റ്വെയറുകൾ കണ്ടെത്തിയതോടെയാണ് ഈ വിഷയം പുറത്തായത്. ഈ സംഭവം US ഇസ്രായേൽ നയതന്ത്ര ബന്ധത്തിൽ കടുത്ത അവിശ്വാസത്തിനും സൈനിക സഹകരണത്തിൽ നിയന്ത്രണങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. ആരോപണങ്ങളെ വൈറ്റ് ഹൗസും ഇസ്രായേൽ എംബസിയും തള്ളിക്കളഞ്ഞെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ സംഭവത്തിലൂടെ കൂടുതൽ പ്രകടമായിരിക്കുകയാണ്.